പയ്യന്നൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രോത്സവത്തിൽ ഇക്കുറി ബലിബിംബം എഴുന്നള്ളിക്കാൻ നിയോഗം ലഭിച്ചത് വരുൺകുമാർ നമ്പൂതിരിക്ക്. രാമന്തള്ളി കുന്നരു തിരുവില്ലാംകുന്ന് ശിവക്ഷേത്രത്തിലെ മേൽശാന്തിയാണ് ഇദ്ദേഹം. ഇത്തവണത്തെ ആരാധനയ്ക്ക് ഭഗവാന്റെ ബലിബിംബം എഴുന്നള്ളിക്കാൻ നിയോഗം ലഭിച്ച ഉപ്പൂര് MS വരുൺ നമ്പൂതിരിയാണ് നമ്മുടെ കൂടെയുള്ളത്. എങ്ങനെ നോക്കിക്കാണുന്നു ആ നിയോഗത്തെ? എല്ലാം പെരുമാളിൻ്റെ അനുഗ്രഹമായി കാണുന്നു. സാധാരണ എല്ലാ വർഷവും ഉത്സവത്തിന് ഞാനിവിടെ വരാറുണ്ട്. അപ്പോൾ ഇവിടെയുള്ള കീശാന്തിമാർ എഴുന്നള്ളിച്ച് നിൽക്കുമ്പോൾ അതൊരു അതിശയത്തോടുകൂടി 3 മണിക്കൂറിലധികം നിൽക്കാനുണ്ട്. ഒരു അതിശയത്തോടു കൂടിയാണ് ഞാൻ കാണാറുള്ളത്. പക്ഷേ പെരുമാളുടെ അനുഗ്രഹത്താൽ ഈ വർഷം അത് എനിക്ക് നിയോഗമായിട്ട് വന്നു എന്നുള്ളത് അത്യർവവും സന്തോഷവും അതിലുപരി അനുഗ്രഹമായി കാണുന്നു. അത് എങ്ങനെ പറഞ്ഞറിയിക്കണമെന്ന് എനിക്ക് വാക്കുകളില്ല. ഒരു നിയോഗമായി തന്നെ ഞാൻ കാണുന്നു. പയ്യന്നൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രോത്സവത്തിൽ പെരുമാളുടെ ബലിബിംബം ഇക്കുറി തലയിലേറ്റി എഴുന്നള്ളിക്കാനുള്ള നിയോഗം ലഭിച്ചത് ചന്തേര പടിഞ്ഞാറേക്കരയിലെ ഉപ്പൂര് വരുൺകുമാർ നമ്പൂതിരിക്കാണ്. ഉത്സവകാലത്ത് മാത്രമുള്ള ദൗത്യമാണ് വരുൺകുമാർ ഏറ്റെടുത്തിരിക്കുന്നത്. ചന്തേര ഗ്രാമത്തപ്പൻ മഹാവിഷ്ണു ക്ഷേത്രത്തിലാണ് ആദ്യമായി മേൽശാന്തിയായത്. പിന്നീട് 8 വർഷം ഇളയാവൂർ ഭരതക്ഷേത്രത്തിലും 2 വർഷം മട്ടന്നൂർ മഹാദേവ ക്ഷേത്രത്തിലും മേൽശാന്തിയായി. ഇപ്പോൾ രാമന്തളി കുന്നരു തിരുവില്ലാംകുന്ന് ശിവക്ഷേത്രത്തിൽ 8 വർഷമായി മേൽശാന്തിയാണ്. സാധാരണ ഈ അമ്പലത്തിലെ തന്നെ കീശാന്തിമാരാണ് അത് ചെയ്യാറുള്ളത്. അപ്പോൾ എങ്ങനെയാണ് ഇപ്രാവശ്യം അങ്ങനെ പുറത്തുനിന്നുള്ള ഒരാൾക്ക് ആ ഒരു നിയോഗം ലഭിച്ചത്? അത് നിലവിലുള്ള കീശാന്തിമാർക്ക് ചെറിയ ശാരീരിക ബുദ്ധിമുട്ടുകളുണ്ട്, അസ്വസ്ഥതകളുണ്ട്. അതുകൊണ്ട് അവർക്ക് ഈ 3 മണിക്കൂർ അത് എഴുന്നള്ളിച്ച് നിൽക്കാൻ ചെറിയ പ്രയാസമുള്ളത് കൊണ്ട് അവർ മറ്റൊരു കീശാന്തിയെ അന്വേഷിച്ച് കണ്ടെത്തുകയായിരുന്നു. അങ്ങനെ എന്നിലേക്കത് എത്തിച്ചേരുകയുണ്ടായത്. അവർക്ക് വൈകാരിക കൊണ്ടാണ്, അസുഖം കുറച്ചുള്ളതുകൊണ്ട് അവർക്ക് നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് അത് എന്നിലേക്ക് എത്തിയത്. ശരിക്കും നമ്മൾ കാണുന്നത് ചെറിയൊരു വിഗ്രഹം മാത്രമാണ്. ശരിക്കും അതിന് നല്ല ഭാരമുണ്ട്. അതുപോലെ ഒരുപാട് സമയം നിൽക്കേണ്ടി വരുന്നുണ്ട്. ആ ഒരു സമയം എന്താണ്, എങ്ങനെയാണ് അത് തരണം ചെയ്യുന്നത്? എങ്ങനെയാണ് അതിപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ അത് മുഴുവൻ ഭഗവാനിൽ അർപ്പിച്ചിട്ടാണ് ഞാൻ ഉള്ളത്. ഞാൻ നിൽക്കുമ്പോൾ എനിക്ക് അതിൻ്റെ ഒരു ലെവലേശം പോലും ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഈ സമയം വരെ അനുഭവിച്ചിട്ടില്ല. അത് മുഴുവൻ ആ ഭാരം എനിക്കത് ഭാരമായിട്ട് തോന്നുന്നില്ല എന്നുള്ളതാണ്. കാരണം സമയം എത്ര പെട്ടെന്നാണ് കടന്നു പോകുന്നത്. നമ്മുടെ ജീവിതത്തിലുള്ള സമയം കടന്നു പോകുന്നത് പോലെ 3 മണിക്കൂർ എന്ന് വെച്ചാൽ കണ്ണ് ചിമ്മി തീരുമ്പോൾ 3 മണിക്കൂർ കടന്നു പോകുന്ന പോലെ ആണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അത് ഭഗവാന്റെ ചൈതന്യമാണ് എൻ്റെ ശിരസിലുള്ളത് എന്നുള്ള പൂർണ്ണ ബോധ്യത്തോടുകൂടിയാണ്. അപ്പോൾ ആ ചൈതന്യം തന്നെയാണ് അതിൻ്റെ ഭാരം ഇല്ലാതാക്കുന്നത്. അപ്പോൾ എന്തായാലും ഇനിയുള്ള വർഷങ്ങളിലും ആ നിയോഗം താങ്കൾക്ക് ലഭിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ക്യാമറമാൻ സുമേഷിനൊപ്പം സുധാ സുരേന്ദ്രൻ, നെറ്റ്വർക്ക് ന്യൂസ്.